എന്താ ബഷീർ, സുഖം തന്നെയല്ലേ? ഓ, ബഹുസുഖം. എഴുത്ത് എത്രത്തോളമായി? ഒരുപാട് എഴുതാനുണ്ട്. തന്ന കടലാസൊക്കെ തീർന്നു. ഒരു രീതിയിൽ ഇതിനുള്ളിൽ കഴിയുന്നതാണ് ഭാഗ്യം. വെളിയിൽ യുദ്ധം കൊണ്ടുപിടിക്കുന്നു. അരിക്കും തുണിക്കും മണ്ണെണ്ണയ്ക്കും എല്ലാം തീവിലയായി. കടലാസാണെങ്കിൽ കിട്ടാനില്ല. അക്ഷരം കുറച്ച് ചെറുതാക്കി അടുപ്പിച്ചെഴുതിക്കോളൂ. നിയമവിരുദ്ധമാണ്. എഴുതിയതൊന്നും കയ്യിൽ വെക്കണ്ട. ഇങ്ങനെ തന്നേക്കൂ. എന്റെ കസ്റ്റഡിയിൽ സുരക്ഷിതമായിരുന്നോളൂ. വായിച്ചു നോക്കാനല്ലേ? എന്തുകൊണ്ടായിക്കൂടാ? പോലീസുകാരൊക്കെ അക്ഷരവൈദികളാണെന്നാണോ? ഇൻസ്പെക്ടർ സാറേ, എന്നെ ഇതിനകത്ത് കൊണ്ട് അടച്ചിട്ട് മാസങ്ങൾ എത്രയായി? 11 13 അതോ 14? കണക്കിൽപ്പെടാത്ത ഈ ബന്ധനത്തിന് എന്നാണ് ഇനി ഒരു അവസാനം? ഏമാൻ വിളിക്കുന്നു. ബഷീർ പട്ടിണി കിടന്നിട്ടുണ്ടോ? പട്ടിണി കിടന്നാണ് സാർ എനിക്ക് അധികവും ശീലം. ഇത്രയും വലിയ എഴുത്തുകാരനായിട്ടോ? കഥയ്ക്കും കവിതയ്ക്കും പ്രതിഫലം ചോദിക്കാൻ പാടില്ല. കവനത്തിന് കാശ് കിട്ടണം പോൽ ശിവനെ സാഹിതി തേവിടിശിയോ എന്നാണ് പത്രക്കാരും പ്രസാധകരും ചോദിക്കുന്നത്. എങ്കിൽ സംഗതി എളുപ്പം. ലോക്കപ്പിൽ ഒരു നിരാഹാര സത്യാഗ്രഹം തുടങ്ങിക്കോളൂ. അപകടാവസ്ഥയെത്തുമ്പോ മജിസ്ട്രേറ്റ് വരും, കേസെടുക്കും, വിധിയാവും. അങ്ങനെ രണ്ടിലൊന്നറിയാം. താമസിപ്പിക്കുന്നില്ല. ഇതാ ഇപ്പൊ മുതൽ തുടങ്ങിയേക്കാം. ഇന്നെന്റെ വിധി പറയുന്ന ദിവസമാണ്. എന്ത് കുറ്റത്തിനാ? കൊലപാതകമോ അതോ മോഷണോ? ഞാൻ ഇവിടുത്തെ ടൗൺ കോൺഗ്രസ് സെക്രട്ടറിയാ. കേസ് ഭവനഭേദനം. ഓൾ റൈറ്റ്. ആ ദുഷ്ടനാ ഇതിന്റെ എല്ലാം പിന്നിൽ. പണ്ട് നാഷണൽ കോൺഗ്രസിലുണ്ടായിരുന്നു. പോലീസ് പിടിച്ചു വരട്ടിയപ്പോൾ മാപ്പെഴുതി. ഇപ്പൊ വലിയ മുതലാളിയാ. അയാളെ വിചാരിച്ചാ എന്തും നടക്കും. ഇതിനു മുമ്പ് കണ്ടതായി ഓർക്കുന്നില്ല. നടക്കണ്ട. നിങ്ങളുടെ കേസ് രാജ്യദ്രോഹമല്ലേ? അതെ. നാടകവും ലേഖനോ? എല്ലാം. ഞാൻ മുഴുവനും. എന്നെ അവിടെ കൊണ്ടുവന്ന ദിവസം തന്നെ എനിക്ക് ആളെ മനസ്സിലായി. നമ്മൾ അടുത്തടുത്ത മുറികളിലാണ് കിടന്നത്. ക്രൂരനായ ആ ഇൻസ്പെക്ടർ നിങ്ങളോട് മാത്രം എന്താ സ്നേഹമായി പെരുമാറുന്നത്? അത്ഭുതമാണ്. ചിലർക്കത് കഴിയും. തടവുകാർക്ക് എന്നോട് ദേഷ്യമായിരിക്കൂ. ദേഷ്യമല്ല, എല്ലാവർക്കും നിങ്ങളോട് അസൂയ. ഞാൻ എന്ത് ചെയ്യും? മറ്റേ ലോക്കപ്പിൽ എത്ര മാസം ഇട്ടു? 2. അവിടെ വെച്ച് നിങ്ങളെ തല്ലിയോ? കുറച്ച്. അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്ന വഴിക്ക് തന്നെ എന്നെ കണ്ടമാനം ചതച്ചു. ആരുടെ ഭവനമാണ് നിങ്ങൾ ഭേദിച്ചത്? സ്റ്റേഷനിൽ വെച്ച് ഞാൻ കാണിച്ചു തന്നില്ലേ, അയാളുടെ.
എന്നെ അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ ഞാൻ ഈ ഒറ്റമുണ്ടുടുത്ത് കുളിക്കാൻ എണ്ണ തേച്ച് നിൽക്കുകയായിരുന്നു. സന്ധ്യാസമയം. അടുക്കളയെ വെള്ളം ചൂടാക്കിക്കൊണ്ടുവന്ന എൻ്റെ ഭാര്യ തിണ്ണയ്ക്കിറങ്ങുന്നതിന് മുമ്പ് അവരെന്നെ കസ്റ്റഡിയിലെടുത്തു. ഒരു ഉടുപ്പ് എടുത്തിടാൻ പോലും സമ്മതിച്ചില്ല. എനിക്ക് പണമില്ല, ഡിഗ്രിയില്ല, പക്ഷേ 11 കൊല്ലത്തെ കോൺഗ്രസ് പാരമ്പര്യമുണ്ട്. കോൺഗ്രസിൻ്റെ കൊടിക്കീഴിൽ തൊഴിലാളികളെ ഞാൻ സംഘടിപ്പിച്ചു. പക്ഷേ നിങ്ങളുടെ കേസ് ഭവനഭേദനമല്ലേ? അത് ഗവൺമെൻറ് കെട്ടിച്ചമച്ചതാണ്. ഞാൻ ആരുടെയും ഭവനം ഭേദിച്ചിട്ടില്ല. അയാളുടെ മില്ലിലെ തൊഴിലാളികളെ സംഘടിപ്പിച്ചതിന് കിട്ടിയ കൂലിയാ ഈ കള്ളക്കേസ്. സ്നേഹിത, ഞാൻ വിവാഹം ചെയ്തിട്ട് 1 മാസം പോലും ആയില്ല. അതിനു മുമ്പ് നിങ്ങൾക്ക് ഭാര്യയുണ്ടോ? ആരുമില്ല. ഇതിനു മുമ്പ് ജയിലിൽ പോയിട്ടുണ്ടോ? 2-3 തവണ പോയിട്ടുണ്ട്. എന്നെ ജയിലിലടച്ചാൽ എൻ്റെ ഭാര്യ, അവക്ക് താങ്ങാൻ കഴിയില്ല. പ്രതി കായ് അബ്ദുൾ റഹ്മാൻ മകൻ വൈക്കം മുഹമ്മദ് ബഷീർ കുറ്റക്കാരനാണെന്ന് സംശയാതീതമായി തെളിഞ്ഞിരിക്കുന്നതിനാൽ പീനൽ കോഡ് 111 വകുപ്പ് പ്രകാരം 2 കൊല്ലം കഠിന തടവിനും 1000 രൂപ പിഴയൊടുക്കാനും, പിഴയൊടുക്കുന്നില്ലെങ്കിൽ 6 മാസം കൂടി കഠിന തടവിനും ശിക്ഷ വിധിച്ചിരിക്കുന്നു. ഏതാണ്ട് എത്തിപ്പോയി. ഞങ്ങളെ മറക്കരുത്. ഇല്ല സ്നേഹിത, ഒരിക്കലുമില്ല. കർക്കിടകം 12-ന് പെൻഷൻ പറ്റി പിരിയുക. ഇതൊന്ന് ഇട്ടോട്ടെ. ബലം കിട്ടി കൊണ്ടുവരണമെന്നാ നിയമം. ഞങ്ങളോടൊന്നും തോന്നരുത്. എന്തെങ്കിലും കൈപ്പിഴ വന്നാ പിന്നെ ഈ ജന്മം പെൻഷൻ കാശ് കിട്ടത്തില്ല. ഈ ഇരുമ്പ് വാതിലിന്റെ പുറകിലാണ് കൊലമരം. വല്ലപ്പോഴും തുറക്കുന്നത് തൂക്കിയ പുള്ളിയുടെ ശവം പുറത്തേക്ക് കൊടുക്കാനാ. ഇതിൽ പറയുന്ന ബഷീർ നിങ്ങൾ തന്നെയാണല്ലോ? അതെ. എന്നാ പിന്നെ ഞങ്ങൾ വരട്ടെ. ദൈവം നിങ്ങൾക്ക് നല്ലത് വരുത്തട്ടെ. ആളെ മനസ്സിലായില്ലേ? വൈക്കം മുഹമ്മദ് ബഷീർ, എ വെരി ഒറിജിനൽ റൈറ്റർ, എക്സെപ്ഷണലി ബ്രില്യൻറ്റ്.
ഐ സി. ആര്? പുത്തമ്പുള്ളി. ഇതൊന്നും ജയിലിൽ അനുവദിക്കാൻ പാടില്ല. ഒരു അഞ്ചും 9 14, 14 4 18, 8 1 9. ഭാഗ്യമുള്ള നമ്പരാ. എന്താ പറഞ്ഞ? ന്യൂമറോളജി അനുസരിച്ച് നല്ല നമ്പരാന്ന് പറയുമായിരുന്നു. ഒന്ന് വേഗം നടക്കാവോ? ഇത്ര ധൃതിയിൽ എങ്ങോട്ടാ? എന്നെ വല്ല മാളത്തിലും കൊണ്ട് അടച്ചിട്ട് വേറെ കച്ചവടം നടത്താനുണ്ട് അല്ലേ? പോലീസുകാർ ദരിദ്രവാസികൾ അല്ല. വാടർക്ക് മക്കൾ എത്രയുണ്ട്? 5 പെണ്ണും ഒരാണും. 5 പെണ്ണോ? കുഞ്ഞുങ്ങൾക്കും തള്ളയ്ക്കും എല്ലാം സുഖം തന്നെ അല്ലേ? അതെ അതെ, വേഗം നടക്ക. നിങ്ങൾ മരിച്ചുപോയാൽ അവരുടെ സ്ഥിതി എന്ത്? ദൈവം രക്ഷിക്കും. എനിക്ക് സംശയമാണ്. അതെന്താ? ദിവ്യജ്ഞാനം എങ്ങനെ കിട്ടിയെന്ന് പറയാം. പണ്ട് ഞാനൊരു സന്യാസിയായിരുന്നു. ഞാൻ ചെന്ന് താമസിച്ചിട്ടില്ലാത്ത വിശുദ്ധ മസ്ജിദുകളോ പുണ്യക്ഷേത്രങ്ങളോ ഇന്ത്യയിലില്ല. കുളിച്ചിട്ടില്ലാത്ത പുണ്യനദികളും ഇല്ല. അതുകൊണ്ട് ദൈവം നിങ്ങളെ വെറുതെ വിടുകയല്ല. അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇന്ന് വാടർ നടത്തിയ ഭയങ്കര തീവെട്ടിക്കൊള്ളയോ? ഇന്ന് ഞാൻ എന്ത് തീവട്ടിക്കൊള്ള നടത്തി? വാടർ മരിക്കുന്നു. ആത്മാവ് ദൈവത്തിന്റെ മഹാസന്നിധിയിൽ ചെല്ലുന്നു. ദൈവം ചോദിക്കുന്നു, ദരിദ്രവാസിയായ ഹേ ജയിൽ വാടറെ, ആ പാവപ്പെട്ട ബഷീറിന്റെ ഒരു ബ്ലേഡും ഒരു തീപ്പെട്ടിയും 2 കെട്ട് ബീഡിയും എവിടെ? വരൂ വരൂ, എന്നെ കൊണ്ടുപോയി കൂട്ടിലടച്ചിട്ട് കച്ചവടത്തിന് പോകണ്ടല്ലേ? നല്ല വാടർ. ഗാന്ധിജി മരണശയ്യയിലാണെന്ന് ഇന്ന് കാലത്തും ആ പോലീസ് ഇൻസ്പെക്ടർ എന്നോട് പറഞ്ഞു. വാടർ വല്ല വിശേഷവും കേട്ടോ? അദ്ദേഹം നിരാഹാരവ്രതം അവസാനിപ്പിച്ച് മധുരനാരങ്ങ നീര് കുടിച്ചു. ഉള്ളതോ? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി നീണാൾ ജീവിക്കട്ടെ. ഇപ്പോഴീ ജയിലിൽ രാഷ്ട്രീയ തടവുകാരായി എത്ര പേരുണ്ട്? നിങ്ങളെ കൊണ്ടുപോകുന്നിടത്ത് 17 പേരുണ്ട്. നിങ്ങളും ചേർത്ത് 18 ആകും. ആ കേട്ട പെണ്ണിന്റെ ചിരി എവിടെന്നാ? കല്യാണം കഴിച്ചിട്ടില്ലേ? ഇല്ല. പക്ഷെ എന്റെ ചോദ്യവുമായി ഈ കല്യാണക്കാര്യത്തിനുള്ള ബന്ധം എന്താ? അതല്ല ശ്രദ്ധിക്കുന്ന എന്തിന്?
ഭീതി ജനിപ്പിക്കുന്ന സെൻട്രൽ ജയിലിനകത്ത് കൊല്ലുന്ന തൂക്കുമരത്തിന്റെ പരിസരത്ത് വെച്ച് ഒരു സ്ത്രീയുടെ ചിരി കേട്ടു. അതിനുടനെ ഞാൻ കല്യാണം കഴിക്കണം, എന്നാൽ മാത്രമേ അത് എവിടെ നിന്നാണെന്ന് ചോദിക്കാൻ എനിക്ക് അവകാശമുള്ളൂ. നല്ല ന്യായം. അത് പെൺജയിലിൽ നിന്നാ. അതിന്റെ തൊട്ടടുത്താ നിങ്ങൾ താമസിക്കാൻ പോകുന്നത്. പത്തൊഴിഞ്ഞെടുക്കല്ലേ? അതെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലതുകാല വെച്ച് തന്നെ കയറിയേക്കാം. പൊന്നുതമ്പുരാന്റെ ഈ അഗതിക്ക് അത്താഴം തന്നില്ല. ഇന്നത്തെ കണക്കിലല്ല നിങ്ങൾ വന്നത്, നാളെ കാലത്ത് മുതൽ കിട്ടും. എന്നാൽ എന്നെ തുറന്നുവിടൂ, നാളത്തെ കണക്കിൽ വരാം. കേസ് എന്താണ്? എഴുത്ത് രാജദ്രോഹം. രാജദ്രോഹമോ? ശ്രീപത്മനാഭ രക്ഷിക്കണേ.
സലാം പ്രപഞ്ചമേ. ഇന്നലെ വന്നല്ലേ? ആ, താമസിച്ചെണീക്കുന്നത് തന്നെ നല്ലത്. കക്കൂസിന്റെ മുമ്പിലെ തിരക്ക് ഇപ്പൊ തീർന്നതേ ഉള്ളൂ. ഇന്നലെ രാത്രി പട്ടിണിയായിരുന്നല്ലേ? ആ, പട്ടിണിയിൽ അങ്ങനെ പുതുമയൊന്നുമില്ല. രണ്ടുപേർക്കും ചുവന്ന തൊപ്പിയാണല്ലോ. കൊലക്കുറ്റമാണല്ലേ? പൊട്ടനാ. കഞ്ചോ തകർപ്പനായിരിക്കുന്നു.
നേതാക്കന്മാരെ സലാം. സ്വാതന്ത്ര്യ സമരത്തിലെ കാലാൾപ്പടയിലെ ഒരു ഭടനാണ്. പേര് വൈക്കം മുഹമ്മദ് ബഷീർ. പിന്നെ ശകലം സാഹിത്യമുണ്ട്. അറിയാം അറിയാം. എനിക്കല്പം ഗൗരവമായ ഒരു കാര്യം അറിയാനുണ്ട്. നിങ്ങളുടെ ആരുടെയും കയ്യിൽ തേയിലയുണ്ടോ? അത് മാത്രം ഇവിടെ കിട്ടത്തില്ല. കക്കൂസിൽ പോകുന്ന പ്രശ്നമാണെങ്കിൽ ഹീരോ ഫ്രൂട്ട് താഴ്ത്തു തരാം. ഇല്ല, എനിക്ക് അല്പം ചായ തന്നെ കുടിക്കണം. കട്ടൻ ചായ മതി. വാ, നമുക്ക് അപ്പുറത്തെ സെല്ലുകളിൽ വല്ലതും ഉണ്ടോന്ന് നോക്കാം. ഇതുകൊണ്ട് തൃപ്തിപ്പെടാവോ? വേണ്ട, ദഹിക്കത്തില്ല. അടുത്ത മുറി നോക്കണോ? വേണ്ട വേണ്ട. ഗുഡ് ബൈ നേതാക്കന്മാരെ, പിന്നെ കാണാം. ആ, ചായ കിട്ടിയില്ല അല്ലേ? ഇല്ലനിയ, അണ്ടകടാഹം മുഴുവൻ തിരക്കി, കനത്ത പരാജയം. ആശുപത്രി ഓർഡറിൽ സാറിനെ അറിയുമെന്ന് പറഞ്ഞു. ചെന്ന് കാണണം. ചായ ഉണ്ടാക്കി വെച്ചേക്കും. ആരാ? മനസ്സിലായില്ലല്ലോ. പുതിയ ആളാണ്, പറഞ്ഞാൽ അറിയത്തില്ല. പേരില്ല? പേരുണ്ട്, ബഷീർ. എന്താ കുറ്റം? രാജദ്രോഹം. ഓഹോ, 2 2.5? 2.5. എൻ്റെ പേര് അമ്മാവനെന്ന. ഇവിടെ വന്നിട്ട് ഒത്തിരി കാലമായി. എത്രയോ പേര് വന്നു, എത്രയോ പേര് പോയി. അമ്മാവൻ്റെ അവസാനം ഇതിനകത്ത് തന്നെ ആവും ഞാൻ. അന്വേഷിക്കുന്നത് എന്നെ ആയിരിക്കും. ഞാൻ നമ്മുടെ റസാക്കിനെ അങ്ങോട്ട് പറഞ്ഞയച്ചിരുന്നു. ആ, കാണാം. ആ, സാറിന് എന്നെ ഓർമ്മയുണ്ടോ? മുഖം നല്ല പരിചയം. പേര്? രാമൻകുട്ടി. ആലുവായിലെ വിശ്വഭാരതി പ്രസ്സിലെ കമ്പോസിറ്റർ. അപ്പോ സാറ് മറന്നിട്ടില്ല? എല്ലാം ഞാൻ കേട്ടിരുന്നു. മതി. രാമൻകുട്ടിയെ ദൈവം അനുഗ്രഹിക്കും. ഇതെന്താ രാമൻകുട്ടി? തേയിലയും പഞ്ചസാരയും. തീരുമ്പം പറഞ്ഞയച്ചാ മതി. ആ,
ഈ ചെടിയെല്ലാം സാറിന് റോസ് ഇഷ്ടമാണല്ലേ? എന്തോന്നാ ബഷീറെ അവിടെ വെട്ടും കളയും? വലിയ പരിശ്രമമാണല്ലോ. നേതാവ് കാത്തിരുന്നോളൂ. ഏതാനും നാളുകൾക്കുള്ളിൽ ഇവിടം മുഴുവൻ പനിനീർപ്പൂവിന്റെ സുഗന്ധം പരക്കും. കട്ടനുണ്ടോ? ഉണ്ടാക്കാവല്ലോ. ബഷീറിന് ഇവിടെ ഡീലക്സ് ലൈഫ് ആണല്ലോ. എല്ലാവരെയും ഇങ്ങനെ സൽക്കരിക്കണ്ട. ഉള്ള തേയിലയും പഞ്ചസാരയും ഒരു ദിവസം കൊണ്ട് തീരും. ഇനി അച്ചാർ കിട്ടുമ്പോഴാവട്ടെ പകുതി ബഷീറിന്. ഓർഡറിൽ സാറിന് സ്പെഷ്യൽ എല്ലാം കൊടുത്തയച്ചിട്ടുണ്ട്. മീൻ വറുത്തത്, മുട്ട റോസ്റ്റ്. ഓർഡർലിയെയും അബ്ദുൾ റസാഖിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ. റസാഖെ, തന്നെ കണ്ട ദിവസം മുതൽ ചോദിക്കണമെന്ന് വിചാരിക്കുക. താനൊരു കൊലപാതകം ചെയ്തെന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല. സാറേ, ഇത് നല്ല കൂത്ത്. ഏത് ജയിലിൽ ചെന്നാലും സാറ് അവിടെ ഉണ്ട്. ആ, ഇതാര് തൊരപ്പനോ? നിർത്തിയില്ലേ താനീ പണി? അണ്ണാനുണ്ടോ മരം കയറ്റം മറക്കുന്നു. വല്ലവന്റെ മുതൽ മോട്ടിച്ചെന്ന് ശീലമായി പോയി. മേലനങ്ങി ഒരു ജോലി ചെയ്യത്തില്ല. ഇനിയും കുറെ ദിവസം ആമത്തിക്കട. പഠിച്ച ഒരു തൊഴിലുണ്ട്, അത് ചെയ്യാൻ ഏമാനന്മാർ സമ്മതിക്കത്തില്ല. ഒക്കാത്ത പണിക്കൊക്കെ തെണ്ണിച്ച മതി, നടക്ക്. ഇതുപോലെ എവിടെയെങ്കിലും വെച്ച് കാണാം സാറേ.
അപ്പൊ രാത്രി പൊത്തോന്ന് വീഴുന്നത് കേട്ടത് ഇതായിരുന്നു അല്ലേ? മര്യാദയ്ക്ക് പങ്ക് എനിക്കൂടെ തന്നേക്ക്, ഇല്ലെങ്കിൽ സംഗതി ഞാൻ പരസ്യമാക്കും. വിളിക്കാതെ ഇത്തിരി പതുക്കെ പറ. ആനപ്പൂട ചക്കപ്പൊന്തൻ. പുതുശ്ശേരി നാരായണമുള്ള സാറിന്റെ അടി കൊണ്ട് ഓർമ്മയുണ്ടോ? രാധാമണിയുടെ മുടി പിടിച്ചു വലിച്ചതിന്. മുടി പിടിച്ചു വലിച്ചത് താനും, അടി കൊണ്ടത് ഞാനും. അപ്പൊ ഒന്നും മറന്നിട്ടില്ല. നാരായണമുള്ള സാർ മരിച്ചറിഞ്ഞോ? ഓ, മരിച്ചുപോയോ? രാധാമണിയെ ഒരു പോലീസുകാരനാ കെട്ടിയിരിക്കുന്നേ. 3 കൊച്ചുങ്ങളുമായി. നാട്ടിൽ പോയിട്ട് കാലം കുറയായി. അല്ല, ഈ രൂപത്തിൽ ഇത് എവിടെ പോകാൻ ഇറങ്ങിയതാ? നിങ്ങൾ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. രഹസ്യമായിട്ടൊന്ന് കാണാനിറങ്ങിയതാ. ആരെങ്കിലും പറഞ്ഞയച്ചാ പോരായിരുന്നോ? ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. നമ്മൾ തമ്മിൽ പരിചയമുണ്ടെന്ന് ആളിലറിഞ്ഞ നിങ്ങൾക്ക് കുറച്ചിലല്ലേ? ഞാൻ നിന്റെ സ്നേഹിതനാണെന്ന് പറയടാ, കള്ള ബടുക്കൂസേ പുല്ല്. അല്ല, എന്താ നിന്റെ ഈ രൂപം? ലേശം മോഷണമുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിന് ഇത് 1.5 കൊല്ലത്തെ ശിക്ഷയുമായി വന്നതാ. ഇതിനകത്ത് ബീഡിയുടെയും ഉണക്കപ്പരവയുടെയും ബിസിനസ് ഉണ്ടായിരുന്നു. തരക്കേടില്ലായിരുന്നു. പക്ഷെ അതിനിടയ്ക്കൊരു സംഭവം ഉണ്ടായി. ഒരു വാടകയ്ക്ക് 2 അടി കൊടുക്കേണ്ടി വന്നു. അതിന് മുക്കാലേ കെട്ടി 12 അടി കിട്ടി. തടവ് 3 കൊല്ലവും ആക്കി. മുറിവെല്ലാം ഉണങ്ങി പുറത്ത് പാറ പൊട്ടിക്കാൻ പാവെന്ന് വെച്ചപ്പോ പിന്നെ ആ കൊശാണ്ടൻ വാടകയ്ക്കെതിരെ ഞാൻ അയാളുടെ ചങ്കിനൊരു കുത്തു വെച്ചു കൊടുത്തു. അതിന് കിട്ടി മുക്കാലേ കെട്ടി 24 അടി. തടവ് പിന്നെയും 6 കൊല്ലം. ആ ദുഷ്ടനെ എനിക്കൊന്ന് കാണിച്ചു തരാമോ? അയാൾ പേടിച്ച് രാജിവെച്ചു പോയി. ജയില് മുഴുവൻ അയാൾക്കെതിരായിരുന്നു. എന്നെ തിരക്കി ഇപ്പൊ ആള് വരും. ഞാൻ പോട്ടെ, ഇനിയും വരാം. ആ, കൂട്ടിലേക്ക് സ്വാഗതം. ഇടയ്ക്ക് കയറി വന്ന് ഞാൻ എക്സർസൈസ് മുടക്കിയോ? അങ്ങനെ മുടക്കാൻ വയ്യാത്തതായിട്ടൊന്നുമില്ല. അല്പം ദുർമേധസ്സുണ്ട്, അത് കളയണം. പിന്നെ ചെറിയ തോതിൽ ഞാനൊരു ഫയൽവാനാണല്ലോ. ജയിലിന് പുറത്തും ബഷീർ ഒരു ഏകാഗിയാണല്ലേ? അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, ഇതിലെ കേശവൻ നായർ. എനിക്ക് അല്പമൊക്കെ അറിയാവുന്ന എന്നെ പറ്റിയാ. അതുകൊണ്ട് ഞാൻ എന്നെ പറ്റി തന്നെ എഴുതുന്നു. മിനിഞ്ഞാന്നത് കൊണ്ടുപോയിട്ട് ഒരുപാട് പേര് വായിച്ചു. ഞാൻ വായിച്ച ശേഷം എൻ്റെ ഭാര്യ, പിന്നെ സൂപ്രണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യ. ഡിമാൻഡ് കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഇനി ഇത് കൈവിട്ടു പോകരുതെന്ന് കരുതി ഞാൻ രാവിലെയും കൊണ്ടുപോകുന്നതാ. കടലാസ് സ്റ്റോക്കുണ്ടോ? ഇല്ല, അനിയും കൊടുത്തയച്ചെല്ലാം തീർന്നു. കുറഞ്ഞത് 1 ടൺ പേപ്പർ കൂടെങ്കിലും വേണം.
ഏറ്റു. പക്ഷെ ഒരു കണ്ടീഷൻ, അത് മുഴുവനും എഴുതി തീർക്കണം. അപ്പോ തടവ് ജീവപര്യന്തം ആക്കേണ്ടി വരും. എന്താ ബഷീരെ രാവിലെ ജയിലറുമായി കോൺസ്പിറസി? ഓ, അങ്ങനെ കോൺസ്പിറസി ഒന്നുമില്ല. അനിയൻ എനിക്ക് ജയിലിൽ ചാടാനുള്ള വഴി പറഞ്ഞു തരികയായിരുന്നു. കോൾ അടിച്ചിരിക്കുകയാണല്ലോ. ഇന്ന് മുതൽ 90 ദിവസത്തിനകം പ്രമോഷൻ 3.5 തരം. തടസ്സക്കാരില്ലയോ? ധാരാളം ഉണ്ട്. എന്ന് മാത്രമല്ല, അതിലൊരാൾ ഉന്നത സ്ഥാനങ്ങളിൽ സ്വാധീനമുള്ള ആളുമാണ്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. പ്രമോഷൻ ദാ ഇവിടെ എഴുതിയിട്ടിരിക്കുക. നിങ്ങൾ ഈ കൂട്ടത്തിൽ 1.5 കൊല്ലത്തേക്ക് എന്നെ ശിക്ഷിച്ചു. ഭവനഭേദനത്തിന് ഞാൻ നശിച്ചു മിസ്റ്റർ ബഷീർ. എന്റെ ഭാര്യ വീട്ടുകാർ അവളെ കൊണ്ട് നിർബന്ധിച്ച് കേസ് കൊടുപ്പിച്ചിരിക്കുക വിവാഹമോചനത്തിന്. ചെയ്യാത്ത കുറ്റത്തിന് എന്താ അവിടെ? ക്വിറ്റ് ഇന്ത്യ സമരത്തോടെ വെള്ളക്കാരന്റെ അടിത്തറ ആടിത്തുടങ്ങിയിട്ടുണ്ട്. കുറെ പേരെ ജയിലിലടയ്ക്കുമ്പോൾ അതിലേറെ പേർ അറസ്റ്റ് വരിക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്നു. സർക്കാർ ആകെ കുഴഞ്ഞ മട്ടാണ്. ധൈര്യമായിരിക്കുക. നിങ്ങളുടെ ത്യാഗങ്ങൾ നാടിന്റെ അഭിമാനം രക്ഷിക്കുന്നതിനു വേണ്ടിയാണെന്ന് ഓർക്കുക. പിന്നെ ഇപ്പോഴറിഞ്ഞ ഒരു സന്തോഷ വാർത്ത, ഗാന്ധിജിയെ ജയിലിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു. മഹാത്മാ ഗാന്ധി കി ജയ്, ഭാരതമാതാ കി ജയ്. പോരാ, ശക്തി പോരാ. കുറെ കൂടെ ഉച്ചത്തി വിളിക്ക്, ജയില് മുഴുവൻ കേക്കട്ടെ. കേട്ടാലും കുഴപ്പമൊന്നുമില്ല, സംഗതിയൊക്കെ മാറി വരികയാ. ഇനി പിടിച്ചു നിൽക്കാൻ ബ്രിട്ടീഷുകാർക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. അപ്പോ അതിന്റെ മൂച്ചാണില്ലേ? ഇവിടെ ഇരിക്കുന്നവരിൽ ഗാന്ധിജിയെ കണ്ടിട്ടുള്ളവരെ കൈപോക്കട്ടെ. ഗാന്ധിജിയെ തൊട്ടിട്ടുള്ളവരെ കൈപോക്കട്ടെ. സത്യം, വൈക്കം സത്യാഗ്രഹത്തിന് ഗാന്ധിജി വന്നപ്പോഴാ. ഞാനും തേർഡ് ഫാറത്തിലാ. നിറച്ച് ശിഷ്യന്മാരുമായി ഗാന്ധിജി ഒരു ബോട്ടിൽ വന്നിറങ്ങി. സൂപ്രണ്ട് വരുന്നുണ്ട്. ഓരോരുത്തരും അവരവരുടെ സെല്ലുകളിലേക്ക് പോകണം. ഇന്ന് ജയിലാകെ പരിശോധനയും ബന്ധോസും ഒക്കെയാ. നാളെ വെളുപ്പിന് തൂക്കുണ്ട്. ആരാച്ചാരെല്ലാം വരുത്തി കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ കുഞ്ഞബ്ദുള്ള അവളെയും കുട്ടികളെയും എൻ്റെ അടുക്ക കൊണ്ടുവന്നാക്കി. എൻ്റെ പെങ്ങൾ ആകെ ക്ഷീണിച്ചിരുന്നു, രോഗിയുമായിരിക്കുന്നു. ഞാൻ അവളെ ചികിത്സിപ്പിച്ചു. അപ്പ കേൾക്കുന്നു അവൻ എൻ്റെ പെങ്ങളെ മൊഴി ചൊല്ലിയെന്ന്. എന്ത് മൊഴി? മൊഴി ചൊല്ലാൻ എന്താ കാരണം? ഞാൻ ചെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, മനസ്സാണ്, നിനക്കെന്താ? ഞാൻ പോന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ കേൾക്കുന്നു അവൻ പിന്നെയും കല്യാണം കഴിക്കാൻ പോകുന്നെന്ന്. കല്യാണത്തിന് ഞാനും പോയി.
നിക്കാഹിന് മുൻപ് ഞാൻ അവനെ പിടിച്ച് മുറ്റത്തിറക്കി. എന്നിട്ട് കാല് രണ്ടിലും കൂട്ടിപ്പിടിച്ച് അവനെ ഞാൻ തെങ്ങിലൊടിച്ച് കൊന്നു. ഇക്ക പറയൂ, അല്ലാഹുവിന്റെ മുൻപിൽ ഞാൻ കുറ്റക്കാരനാണോ? ദൈവത്തിന്റെ നീതിന്യായവും രാജ്യത്തിന്റെ നിയമവും എപ്പോഴും പൊരുത്തപ്പെട്ടു എന്ന് വരില്ല. കരുണാമയനായ അള്ളാഹു അബ്ദുൽ റസാഖിന്റെ തെറ്റ് പൊറുക്കും. എന്താ? തൂക്കാൻ പോകുന്ന പുള്ളിക്ക് അല്പം ചായ കുടിക്കണമെന്നുണ്ട്. ഇപ്പൊ മണി എത്രയായി? 4. എത്ര മണിക്കാ? 5. പുള്ളി എങ്ങനെ? വല്ലാതെ ബേജാറായിട്ടാണോ? ആ, അല്പം. 4-5 തവണ വിളിക്ക് പോയി. ധൈര്യമായിരിക്കാൻ പറയണം. മരണത്തെ 2 വിധത്തിൽ നേരിടാം. കരഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ട്. ചിരിച്ചുകൊണ്ട് തന്നെ നേരിടാൻ പറയണം.
ശീലമുണ്ടെങ്കിൽ ഈ ബീഡി കൂടെ വലിച്ചോളാൻ പറയൂ. എന്താ ബഷീറേ രാവിലെ ഉറങ്ങുന്നത്? രാത്രി ഉറങ്ങിയില്ലേ? നിങ്ങൾക്കറിയില്ല, ഞാൻ മരണത്തിന് കൂട്ടിരിക്കുകയായിരുന്നു. ഓ, ഇന്ന് വെളുപ്പിനായിരുന്നു അല്ലേ? ആ, ഈ ചെടിക്കെല്ലാം പൂക്കാവെങ്കിൽ നിനക്ക് മാത്രം എന്താ? നിനക്ക് ഞാൻ വെള്ളം ഒഴിച്ചില്ലേ, വളവിട്ടില്ലേ? ഞാനിനി എന്താണ് ചെയ്യേണ്ടതാവോ? ബഷീർ ആരോടാ സംസാരിക്കുന്നത്? ഇവൾക്ക് എന്നോട് എന്തോ പരിഭവമുണ്ട്. എന്റെ മേൽ പ്രസാദിക്കുന്നില്ല, പൂക്കുന്നില്ല. ചില ചെടികൾക്ക് വെള്ളവും വളവും മാത്രം കിട്ടിയതുകൊണ്ടായില്ല. സ്നേഹം, ശാസന ഇതൊക്കെ വേണം. ചിലപ്പോൾ ഭീഷണിക്ക് പോലും ഫലമുണ്ട്. നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതിനപ്പുറം എന്തൊക്കെയോ കൂടിയുണ്ട്. ശരിയാണ്, മനുഷ്യരെ പോലെ തന്നെയാണ് ചില ചെടികൾ. അവർക്കിടയിൽ പാവങ്ങളും ക്ഷിപ്രപ്രസാദികളും നിർബന്ധക്കാരും
അസൂയക്കാരും എല്ലാം ഉണ്ട്. എനിക്ക് അനുഭവ. എന്റെ ഭാര്യയുടെ ഇപ്പോഴത്തെ ഫാൻസി ഒരു പട്ടിയാണ്, ജോക്കർ. എന്താണ് ഇനം? അൽസേഷനാണോ? എങ്കിൽ ശാപ്പാട് ഒരുപാട് വേണം. അവന് 3 മാസമേ പ്രായമുള്ളൂ. ഇപ്പോഴേ ഭയങ്കര പരാക്രമിയാ. ക്വാർട്ടേഴ്സിന്റെ അകത്ത് ഒരു കാക്ക വന്നിരിക്കാൻ സമ്മതിക്കത്തില്ല. താമസിയാതെ അവൻ തടവുകാരുടെ പേടി സ്വപ്നമാവും. അവനെ ക്വാർട്ടേഴ്സിന് പുറത്തേക്ക് വിടുന്ന പ്രശ്നമില്ല. കൊല്ലം കസ്ബ സ്റ്റേഷനിലെ ലോക്കപ്പിൽ കഴിയുമ്പോൾ അവിടെ ഒരു പട്ടി ഉണ്ടായിരുന്നു, ടൈഗർ. ശരിക്കും തടവുകാരുടെ പേടി സ്വപ്നം. അവന് ജോക്കറിന്റെ ആഭിജാത്യമൊന്നുമില്ല, ഏതോ തെണ്ടിപ്പട്ടിയുടെ മകനാണ്. അവന്റെ താമസവും ശാപ്പാടും പോലീസ് സ്റ്റേഷനിലായിരുന്നു. മുജ്ജന്മ സുഹൃതം കൊണ്ടാകാം അവൻ ഇൻസ്പെക്ടറുടെ പെറ്റായി. സൂക്ഷിച്ചു നോക്കിയാൽ ടൈഗറിന് ഇൻസ്പെക്ടറുടെ ഛായ പോലും ഉണ്ടായിരുന്നു. തടവുകാരാണെങ്കിൽ തരം കിട്ടുമ്പോഴെല്ലാം ടൈഗറിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കും. ഉപദ്രവിക്കണമെന്ന് മനസ്സിൽ തോന്നിയാൽ മതി, ടൈഗർ മോങ്ങാൻ തുടങ്ങും. ഉടനെ ഇൻസ്പെക്ടർ ചൂരലുമായിട്ടെത്തും. നായ്ക്കളെ, ടൈഗറിനെ തുടരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നും പറഞ്ഞ് അടി തുടങ്ങും. പക്ഷെ ജോക്കറിനെ ഞാൻ യോഗ്യനായേ വളർത്തു. ശരിയാണ്, പട്ടിക്കെപ്പോഴും യജമാനന്റെ സ്വഭാവമാണ് പകരുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുബുദ്ധികൾ വളർത്തുന്ന പട്ടി വീട്ടിൽ വരുന്നവരെ പുറകിൽ കൂടെ ചെന്ന് കടിക്കും. സൂപ്രണ്ട് കാണണമെന്ന് പറഞ്ഞിരുന്നു. അവിടെ ബഡ് ചെയ്ത് കൊടുത്തയച്ച കമ്പെന്തായി? കിളിച്ചിട്ടുണ്ട്. ആ, മറുപടി എഴുതി വെച്ചേക്കൂ. നാളെ വന്ന് കളക്ട് ചെയ്തോളാം. ബഷീർക്ക് ഇന്നലെ സൂപ്രണ്ടിന്റെ വീട്ടിൽ പോയിരുന്നു. അയാൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെയും വന്നിരിക്കാറുണ്ടല്ലേ? അതിനെന്തിനാ റസാക്കിനെതിരെ? അയാളുടെ ശുപാർശ കൂടാതെ ഇവിടെ ജീവിക്കാൻ വയ്യേ? നിങ്ങൾക്ക് ഇവിടെ എന്തിനാ ഒരു കുറവ്? ഇക്കാടെ കൂട്ടുകാരനെ മുക്കാലി കെട്ടി അടുപ്പിച്ചാൽ അയാൾക്കും കൈയുണ്ടായിരുന്നു. അപ്പൊ അനിയൻ ജയിലർ വരുന്നതോ? അയാൾ എത്രയോ നല്ലവൻ. അപ്പൊ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ഞാൻ ചേരുക തന്നെ വേണം. ഒരു സ്വതന്ത്ര മനുഷ്യനായി എല്ലാവരെയും സ്നേഹിച്ച് ജീവിക്കുക സാധ്യമല്ല. അസ്സലാമലൈക്കും. വലൈക്കും. നല്ലൊരു ന്യൂസ് ഉണ്ട്. രാഷ്ട്രീയ തടവുകാരെ എല്ലാം വിടാൻ പോകുന്നു. ഉള്ളതോ? എന്ന്? നാളെ. ബഷീർ കഞ്ഞി കുടിക്കേ? വേണ്ട, എനിക്ക് കഴിച്ചതുപോലെയായി. അനിയാവാ, നമ്മൾ കൊത്ത് അരയും തലയും ബന്ധിക്കാം. 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 അരുമച്ചട്ടം ലംഘിക്കാം. അരുമച്ചട്ടം ലംഘിക്കാം. അടിമകളെല്ലാം അറിയിക്കാം. അടിമകളെല്ലാം അറിയിക്കാം. അനിയാവാ, 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 അനിയാവാ. രാമൻകുട്ടിയോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിഞ്ഞൂടാ. റെമിഷനൊക്കെ വാങ്ങി കഴിയുന്നത് വേഗം പുറത്തു വരൂ. ഒരു ജോലിയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. പുറത്തുപോയാ സാറ് ഞങ്ങളെയൊക്കെ ഓർക്കുവോ? രാമൻകുട്ടി നോക്കിക്കോളൂ. പബ്ലിഷ് ചെയ്യുന്ന ഓരോ പുസ്തകത്തിൻ്റെയും കോപ്പി അനിയൻ ചേറിന്റെ പേരിൽ അയക്കാം. വായിച്ചിട്ട് അഭിപ്രായം എഴുതി അയക്കണം. സാറിന്റെ പുസ്തകത്തെക്കുറിച്ച് അഭിപ്രായം പറയാനോ? ഞങ്ങളെയൊക്കെ ഓർത്താ മതി. ഇനിയും ശിക്ഷ കൂട്ടിയില്ലെങ്കിൽ 2-3 കൊല്ലം കഴിഞ്ഞ് കാണാം.
അനിയൻ ജയിലറുടെ പേരിൽ പുസ്തകം അയക്കാം, എഴുത്തും അയക്കാം. ഇക്ക ഇത്ര വേഗം പോകുമെന്ന് വിചാരിച്ചില്ല. പോയിട്ട് ഒരുപാട് പണിയുണ്ട്. 2-3 പുസ്തകം പബ്ലിഷ് ചെയ്യാനുണ്ട്. പിന്നെ കുറെ എഴുതണം. റസാക്കിന് ഞാൻ പുസ്തകം അയക്കുന്നുണ്ട്, അനിയൻ ജയിലറുടെ പേരിൽ. അന്നദാതാവേ, നിന്നോടുള്ള കടപ്പാട് ഞാൻ എങ്ങനെ തീർക്കും? ഇക്കായുടെ സ്നേഹം മാത്രം മതി ഞങ്ങൾക്ക്. വെളി വന്ന എവിടാണെങ്കിലും ഞാൻ വന്ന് കാണും. നിന്റെ പൂവ് മാത്രം കാണാതെയും മണക്കാതെയും എനിക്ക് പോകേണ്ടി വന്നിരിക്കുന്നു. ഇനി എനിക്ക് ശേഷം വരുന്നവർക്ക് വേണ്ടി നീ പുഷ്പിച്ച് സൗരഭ്യം പരത്തുക. എന്താ അനിയ? വിടാനുള്ള ഓർഡർ വന്നു. പക്ഷേ മിസ്റ്റർ ബഷീറിന്റെ പേര് മാത്രം അതിലില്ല. എന്തോ പെശക് പറ്റിയതായിരിക്കണം. സൂപ്പറിനെ കൊണ്ട് ഞാൻ ഒന്നുകൂടെ ഫോൺ ചെയ്യിച്ചു നോക്കട്ടെ. ഇല്ല, തെറ്റുപറ്റിയതല്ല, മറ്റെന്തോ കാരണമാണ്. ഐ ആം വെരി സോറി. ഓ, സാരമില്ല. വേണ്ടത്ര പാകത വരാത്തതുകൊണ്ടായിരിക്കും. തിരക്കുള്ളവർ നേരത്തെ പൊയ്ക്കോ, ഞാൻ പതുക്കെ വരുന്നുള്ളൂ. എല്ലാത്തരം രാഷ്ട്രീയക്കാരെയും ഉടൻ വിടും. തിരിയൊക്കെ മാറി വരികയാ. നേതാക്കന്മാരെ, നിങ്ങളൊക്കെ ഈ രാജ്യം ഭരിക്കുന്ന കാലത്ത് എനിക്കെന്ത് സഹായം ചെയ്യും? ഒരു പോലീസ് കോൺസ്റ്റബിൾ ആക്കാം. വേണ്ട. കമ്മീഷണർ വേണ്ട. സ്വതന്ത്ര സേനയുടെ കമാൻഡർ ഇൻ ചീഫ് അതും വേണ്ട. പിന്നെ എന്നെ ഒരു ഇസ്പയുടെ രാജാവാക്കിയാ മതി. സാധ്യമല്ല, നമ്മുടെ പ്രോഗ്രാമിൽ രാജാക്കന്മാരില്ല. എന്നാലും ഒരു ചരിത്ര വസ്തു എന്നുള്ള നിലയ്ക്ക് എന്നെ ഒരു രാജാവാക്കണം. എനിക്ക് പ്രജകളൊന്നും വേണ്ട. സത്യമായിട്ട് ഞാൻ പറയുന്നു. അപ്പോഴും ഞാൻ കഥ എഴുതിക്കോളാം. നമ്മുടെ ആ കായലിൽ ഒരു ചെറിയ തുരുത്തില്ലേ, അതിലൊരു ചെറിയ വീട് വെച്ച് തരണം. ആ തുരുത്തിൽ ധാരാളം വൃക്ഷങ്ങൾ ഉണ്ടാവണം. അതൊരു രാമ്പൽ പൊയ്കയും ഒരു പൂന്തോട്ടവും വേണം.
ആട്ടെ, പരിഗണിക്കാം. ഇത് അനിയൻ വെച്ചോളൂ. കഞ്ഞി വേണ്ട റസാക്കെ, വിശപ്പ് തോന്നുന്നില്ല. ബഷീർക്ക നിരാഹാരത്തിന് വല്ലതും പ്ലാൻ ഇടുവന്നു? ഇല്ല റസാക്കെ, എനിക്ക് തീരെ വിശപ്പില്ലാഞ്ഞിട്ട് തന്നെ. ഏതോ വലിയ ആപത്ത് വരാൻ പോകുന്നത് പോലെ. മനസ്സിന് സുഖമില്ല. മറ്റുള്ളവരെ ഉപദേശിക്കാൻ എന്തെളുപ്പം. ചിരിച്ചുകൊണ്ട് ധീരതയോടെ അഭിമുഖീകരിക്കൂ എന്നൊക്കെ മറ്റുള്ളവരോട് പറയാം. പക്ഷേ ബഷീർക്ക ഞങ്ങളെല്ലാം വിട്ടേച്ച് പോകാൻ പരിപാടി ഇട്ടത് ശരിയായില്ല. അപ്പൊ നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഞാൻ പോകാതിരിക്കാൻ പ്രാർത്ഥിച്ചു. അയ്യോ ഇല്ല, ഞാൻ പോയിട്ട് വരാം. കുറേ ദിവസങ്ങളായി എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. ഇതിനു മുമ്പ് ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ഏകാന്തത, ഭയം, എൻ്റെ മനഃശക്തിയെല്ലാം ചോർന്നു പോകുന്നത് പോലെ. ദൈവമേ, എനിക്ക് ചിരിക്കാൻ കഴിയുന്നില്ല. പെട്ടെന്നുള്ള എക്സൈറ്റ്മെന്റും പിന്നെ കൂട്ടുകാരൊറ്റയ്ക്കാക്കിയിട്ട് പോയതുകൊണ്ടുള്ള ഏകാന്തതയുമൊക്കെ ആയിരിക്കും. അനിയനോടൊരു പക്ഷേ പറഞ്ഞുകൂടാത്തതായിരിക്കും. കാറ്റും മഴയും ഇടിമിന്നലുമുള്ള ഘോര രാത്രി വരാൻ ഞാൻ കാത്തിരിക്കുകയാണ്. ഈ സെല്ലിന്റെ ചുവര് തുറന്ന് വെളിയിലിറങ്ങാൻ എൻ്റെ പക്കൽ ആയുധമുണ്ട്. രാത്രിയുടെ ഏകാന്തതയിൽ ശബ്ദമുണ്ടാക്കാതെ പതുക്കെ വെളിയിലിറങ്ങും. പിന്നെ ആ ഉയർന്ന മതിൽ ചാടുന്ന പ്രശ്നമാണ്. അതിൻ്റെ ഇഷ്ടികകൾക്കിടയിൽ കുമ്മായമുണ്ട്. ഒരു 10-12 വലിയ ആണികൾ വേണം. കരിങ്കൽ കഷ്ണത്തിൽ തുണി പൊതിഞ്ഞ് ശബ്ദമുണ്ടാക്കാതെ ആണികൾ അടിച്ചു കയറ്റണം. അതിൽ ചവിട്ടിക്കയറി മതിലിന് മുകളിലെത്തുന്നു. ജമുക്കാളം മുണ്ട് തോർത്ത് എല്ലാം ചേർത്ത് കയറാക്കി കയറിന്റെ തുമ്പ് ആണിയിൽ കെട്ടി പതുക്കെ മറുവശത്ത് തൂർന്നിറങ്ങി രക്ഷപ്പെടാം. ആണി എവിടെ കിട്ടാൻ എന്നായിരിക്കും അനിയൻ വിചാരിക്കുന്നത്. അതൊക്കെ ദാ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. പഴയ കക്കൂസ് ബക്കറ്റുകളിൽ നിന്നും ഇളക്കിയെടുത്തതാണ്. ഇനി അതൊക്കെ ഒന്ന് തല്ലി നിവർത്തി ആണികളാക്കി വെക്കണം. ഇടിയും മിന്നലും കാറ്റും മഴയുമുള്ള ഘോര രാത്രി വരാൻ ഞാൻ കാത്തിരിക്കുകയാണ്. ഇതെല്ലാം ഒന്ന് എഴുതി വെക്കണം. ഇനിയിപ്പോ കുറെ ദിവസത്തേക്ക് ഇവിടെ കുറച്ച് സ്വസ്ഥതയും കാണും. ഞങ്ങളൊരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കാൻ പോകുന്നു.
ആ പെൺജയിലിന്റെ മതിലിനടുത്ത്. വരുന്നോ? നിങ്ങളുടെ പാട്ടിന് പോ. ആർക്ക് വേണം പച്ചക്കറി? ഇവിടെ ഇപ്പം വേണ്ടത് കാറ്റും മഴയും ഇടിമിന്നലുമുള്ള ഘോര രാത്രിയാണ്. പുള്ളിക്ക് എപ്പോഴും ഒരു തമാശയാ. പറയുന്നത് കളി ഏതാ കാര്യം ഏതാന്ന് തിരിയത്തില്ല. വാ സാറേ, സാറോട് വന്നാൽ നേരം പോകുന്ന അറിയത്തില്ല. ഇല്ല, എനിക്കൊന്നിലും താല്പര്യമില്ല. നിങ്ങൾ പൊയ്ക്കോ. എല്ലാരും പോയി തനിച്ചായന്റെ പ്രയാസമായിരിക്കും. ഇവിടെ ഇങ്ങനെ മുനി പോലിരിക്കാണ്ട് വന്നാട്ടെ. എണീറ്റേ. സാർ, ദേ ഇത് കണ്ടോ? ഇതിന് പിന്നിൽ ഒരുപാട് കഥയുണ്ട്. പണ്ട് ഈ സ്ഥാനത്ത് ഒരു വലിയ തുളയായിരുന്നു. ഒരുപാട് കാലം കൊണ്ട് ഇവിടുത്തെ ആണുങ്ങൾ തുരന്നുണ്ടാക്കിയതാ. ആണുങ്ങളുടെ പ്രേമനിർഭരമായ നിമിഷങ്ങളിലെ അത്യധ്വാനം. അതങ്ങനെ ഒരുപാട് കാലം തുറന്നു തന്നെ കിടന്നു. ആ തുള വഴി പെൺജയിലും ആൺജയിലും പരസ്പരം മുഖവും മറ്റും കണ്ടിരുന്നിരിക്കണം. ശബ്ദം കേട്ടിരുന്നു, മണം പിടിച്ചിരുന്നു, അല്ലേ? ഇതങ്ങനെ വലിയ രഹസ്യമൊന്നും ആയിരുന്നില്ല സാറേ. ഇതിൽ കൂടി അപ്പുറത്തോട്ട് നോക്കാത്ത ആണുങ്ങൾ ഇവിടെ ഉണ്ടായിട്ടില്ല. എല്ലാവരും നോക്കും. അങ്ങനെ ഇരുന്നപ്പം ആ കുശാണ്ട മടർക്ക് അത് ബിസിനസ് ആക്കണം. ഒരാൾക്ക് ഒരു പ്രാവശ്യം നോക്കുന്നതിന് അയാൾക്ക് ഒരാണ. ആരും പ്രതിഷേധിച്ചില്ലേ? എന്തൊരു അന്യായം! സാറിന്റെ ക്ലാസ്മേറ്റ് തന്നെ ആദ്യം ചെന്ന് വഴക്കുണ്ടാക്കിയത്. ഫലം എന്തുവാ? ആ കുശാണ്ട മടർ തുള സിമെന്റ് ഇട്ട് അടച്ചു. സാറിന്റെ ക്ലാസ്മേറ്റിന് 4.5 കൊല്ലവും 36 അടിയും. ലാൽ സലാം. കള്ള ബടുക്കൂസേ, നിന്നെ എനിക്ക് ഒന്നുകൂടെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കണം. നീ ആണടാ ശരിയായ ആണ്. നിങ്ങൾ തിരിച്ചു പോകണം. ഇവിടെ ഇങ്ങനെ നിൽക്കരുത്.
മിത്രമേ, ഇത് പഴയ ബഷീറല്ല. ഞാൻ ആകെ മാറിപ്പോയിരിക്കുന്നു. ഞാൻ ഏകാന്ത തടവിൽപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഞാൻ തനിച്ച്. ആഹാ, കളിയാക്കാണല്ലേ? നിന്നെ പിടിച്ചാൻ സെല്ലിനകത്ത് ഇടുന്നുണ്ട്. എന്നിട്ട് കുശാണ്ടനെ കൊണ്ടുവന്ന് കാവലിടും. ചൂളം അടിക്കുന്നേ? ഞാനാ. പേരെന്താ? ബഷീർ. എളിയ തോതിൽ ഒരു എഴുത്തുകാരനാണ്. 2.5 കൊല്ലത്തെ തടവ്. ഇപ്പൊ ഞാനിവിടെ തനിച്ചാ. കൂട്ടുകാരെല്ലാം പോയി. പേര് പറഞ്ഞില്ലല്ലോ. നാരായണി. സുന്ദരമായ പേര്. വയസ്സ്? 22. സുന്ദരമായ വയസ്സ്. കഠിന തടവാണല്ലേ? അതെ, 14 കൊല്ലം. അപ്പോ കൊലക്കുറ്റമാണല്ലേ? വന്നിട്ട് ഒത്തിരി നാളായോ? 1 കൊല്ലമായി. ഹോ, എന്തൊരു ജീവിതം. നാരായണി, നമ്മളേതാണ്ട് ഒരുമിച്ചാണ് ഈ ജയിലിൽ വന്നത്. എനിക്കൊരു റോസാച്ചെടി തരുമോ? നാരായണി എങ്ങനെ അറിഞ്ഞു ഇവിടെ റോസാച്ചെടി ഉണ്ടെന്ന്? ജയിലല്ലേ, എല്ലാവരും അറിയും. ഇവിടെ രഹസ്യങ്ങളൊന്നുമില്ല. തരുമോ? എന്താ മിണ്ടാത്തെ? നാരായണി, ഈ ഭുവനത്തിലുള്ള എല്ലാ പനിനീർ ചെടികളും ഞാൻ നാരായണിക്ക് തരും. ഒരെണ്ണം മതി. തരുമോ? ഓ, എന്തൊരു ചോദ്യമാ നാരായണി ഇത്. തരുവോന്ന്? നാരായണി, അവിടെ തന്നെ നിൽക്കണേ. ഞാൻ ഇപ്പം കൊണ്ടുവരാം. കേട്ടോ? കേട്ടു. എന്തടേ ബടുക്കൂസുകളെ ഓടി മരത്തിൽ കയറുന്നത്? നാണമില്ലേ? ചുമ്മാ ഇവിടെല്ലാം ഇറങ്ങി നടക്കണടേ. അപ്പൊ നിനക്ക് പൂക്കാൻ അറിയാം. നാരായണി, നാരായണി. എന്തോ? ഞാൻ വിളിച്ചപ്പോ എവിടെയായിരുന്നു? ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട്? ഞാൻ മിണ്ടാതെ ഒളിച്ചു നിൽക്കുകയായിരുന്നു. കള്ളി. റോസാച്ചെടി കൊണ്ടുവന്നോ? ബഷീറേ, ബഷീറേ, ബഷീറേ. ഓ, ദൈവത്തിനെ ഇത്ര സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ എന്നാണ് പറഞ്ഞത്. സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ ദൈവം എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമായിരുന്നു. ദൈവം ആരുടെ മുമ്പിലും പ്രത്യക്ഷപ്പെടുകയില്ല. ദൈവം നമ്മുടെ അടുത്തുണ്ട്. പ്രപഞ്ചങ്ങളായ എല്ലാ പ്രപഞ്ചങ്ങളുടെയും വെളിച്ചം, ചൈതന്യം. നാരായണി, പ്രത്യക്ഷപ്പെടാനുള്ളത് ഞാനല്ലേ? വിളിച്ചിട്ട് എന്താ പിന്നെ ഇത്രയും നേരം വിളിയേക്കാഞ്ഞത്? ഞാൻ ചുംബിക്കുകയായിരുന്നു. മതിലില്ലോ? അല്ല. പിന്നെ? ഓരോ പൂവിലും, ഓരോ മൊട്ടിലും, ഓരോ ഇലയിലും. ദൈവമേ, എനിക്ക് കരച്ചിൽ വരുന്നു. നാരായണി, എന്തോ? ചുവട്ടിലെ കെട്ടഴിക്കരുത്.
ഒരു കുഴി കുഴിച്ച് അതിൽ ഈശ്വരനാമത്തിൽ വെക്കുക. എന്നിട്ട് മണ്ണിട്ട് വെള്ളം ഒഴിക്കണം. കേട്ടോ? കേട്ടു. എന്നാ ദാ വരുന്നു. കിട്ടിയോ? ദൈവമേ, കിട്ടി. കമ്പുകളിലെ കെട്ടഴിക്കണം. അഴിക്കാം. ഞാൻ പൂക്കളെല്ലാം നുള്ളിയെടുത്ത് വെക്കാൻ പോകുകയാ. എവിടെ? മുടിക്കെട്ടിലോ? അല്ല, പിന്നെ? ഹൃദയത്തിനുള്ളിൽ, ബ്ലൗസിനുള്ളിൽ. അതിലെന്റെ ചുംബനങ്ങളുണ്ട്. ഞാനിത് നട്ട് വെള്ളം ഒഴിച്ചിട്ട് വരാം. എപ്പോഴും മതിലിന്റെ മുകളിൽ നോക്കണം. ഞാൻ വരുമ്പോ ഒരു ഉണങ്ങിയ കമ്പ് മതിലിന്റെ മുകളിലേക്കിടും. വരുവോ? വരും. എന്റെ ദൈവമേ, എന്താ നാരായണി? എനിക്ക് കരയാൻ തോന്നുന്നു. കാരണം എന്ത്? അറിഞ്ഞുകൂടാ. നാരായണി പോയി നട്ടിട്ട് വരൂ. ഞാൻ ഉണക്കക്കമ്പിടും. ഞാനത് നോക്കിയിരിക്കും. കണ്ടാ വരുവോ? വരും. നാരായണി, നാരായണി, നാരായണി. എന്താ വേണ്ടത്? പിന്നല്ലാതെ കമ്പെറിഞ്ഞ് കൈയുടെ കുഴ പറഞ്ഞു. ഞാൻ തടവി ശരിപ്പെടുത്താം. എന്നാ കൈ തടവി ശരിപ്പെടുത്ത്. ഞാൻ മതിലിൽ കൊള്ളിച്ചു വെച്ചിരിക്കുക. ഞാൻ ഈ മതിലിൽ തടവുന്നുണ്ട്, ചുംബിക്കുന്നുണ്ട്. ഞാൻ മതിലിൽ നെഞ്ച് അമർത്തി അമർത്തി ചുംബിക്കുന്നുണ്ട്. നാരായണി, അവിടെ എത്ര സ്ത്രീകളുണ്ട്? ഞാൻ മാത്രമേ ഉള്ളൂ. കള്ളി പെണ്ണെ, നേര് പറയൂ, എത്ര എണ്ണം ഉണ്ട്? കുറേയുണ്ട്. എല്ലാം പടുകിഴവികളാ. എത്ര? 87. സുന്ദരികൾ എത്ര? കിഴവികൾ എത്ര? ഒരു സുന്ദരിയും 86 കിഴവികളും. നിങ്ങളുടെ ജയിലിൽ റോസാ ചെടികളില്ലേ? ഇല്ല, ഒന്നുമില്ല. ഞാനേ
കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. നാളെ ബജ്ര വറുത്തത് ഒരു സഞ്ചിയിലാക്കി ഇട്ടു തരാം. ചക്കര ചേർത്ത് തിന്നണം. തിന്നുവോ? തിന്നാ. ഇല്ല, വലിച്ചെറിഞ്ഞു കളയും. ഞാനോ? ഒരു തരി പോലും കളയല. മുഖം എങ്ങനെ? ഒരു ശകലം നീണ്ടു വെളുത്തതാണ്. മുടി ക്രോപ്പ് ചെയ്തിരിക്കുന്നു. കഷണ്ടി വന്നേക്കുവോന്ന് ഭയമുണ്ട്. കണ്ണുകൾ? ഒരുമാതിരി ചെറിയ ആനക്കണ്ണ്. എന്റേത് വലിയ ആനക്കണ്ണുകളാ. നെഞ്ചോ? കുറച്ച് വിരിഞ്ഞതാണ്. എന്റെ നെഞ്ചും വിരിഞ്ഞതാ. എന്റെ അരക്കെട്ട് ഒതുങ്ങിയതാ. എന്റെ അരക്കെട്ട് എങ്ങനെയുണ്ടെന്നോ? പറയാൻ മനസ്സില്ല. വീപ്പക്കുറ്റി പോലത്തെ. എനിക്ക് മാന്തി പൊളിച്ച് കീറാൻ തോന്നുന്നു. നാരായണി, എന്തോ? നിറം എന്ത്? എവിടുത്തെ? സുന്ദരമായ നിന്റെ മുഖത്തിന്റെ. കുറച്ച് വെളുത്തതാ. നാരായണി, എന്തോ? പെണ്ണിന്റെ മണം എനിക്ക് അനുഭവപ്പെട്ടു. ഇപ്പോഴോ? അയ്യോ. ഇപ്പോഴല്ല, ഞാൻ ഈ ജയിലിൽ വന്ന് കയറി ഇങ്ങോട്ട് നടക്കുമ്പോ. അതെവിടുന്ന്? എന്റേതായിരിക്കുവോ? എനിക്ക് അറിഞ്ഞുകൂടാ. ആണിന്റെ മണം എങ്ങനെയായിരിക്കും? എനിക്ക് അറിഞ്ഞുകൂടാ നാരായണി. നിന്റെ ശരീരത്തിന്റെ ആ മണം. വരുന്നുണ്ടോ? ഇല്ല. എനിക്കും കിട്ടുന്നില്ല. അസത്ത് മതില്. നാരായണി, ഈ മതിലിനൊരു ദ്വാരം ഉണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടോ? സിമന്റ് ഇട്ട് അടച്ച സ്ഥലം കണ്ടിട്ടുണ്ട്. ഞാൻ തൊട്ടു നോക്കിയിട്ടുമുണ്ട്. ഞാൻ ആ ഭാഗം മണപ്പിച്ചു നോക്കി. അത് അടച്ച വാർഡറെ ഒരാള് തല്ലിയാളെ മുക്കാലി കെട്ടി അടിച്ചെന്ന് കേട്ടു. അടി ഓരോന്നും ഇവിടെയുള്ള സ്ത്രീകൾ വേദനയോടെ എണ്ണി. 36 അടി അടിച്ചു. അതിവിടെയുള്ള പുരുഷന്മാരും വേദനയോടെ എണ്ണി. കഷ്ടമായി പോയി. അടികൊണ്ടയാൾ എന്റെ ക്ലാസ്മേറ്റാ, എന്റെ നാട്ടുകാരൻ. നേരോ? നേരെ. പിടിച്ചോണേ. നാരായണി, പോവല്ലേ, നിക്കണേ. ഞാൻ ഈ കായ വറുത്തത് എല്ലാവർക്കും ഓരോ കഷ്ണം കൊടുക്കട്ടെ? എല്ലാവർക്കും കൊടുക്ക്, നാരായണയുടെ എന്റെയും പേരില്. എന്നെ മാത്രം സ്നേഹിക്കുവോ? എന്താ നാരായണി ഇത്ര സംശയം? ഇവിടെ എന്നേക്കാൾ സുന്ദരിമാരുണ്ട്. ഞാൻ വലിയ സുന്ദരിയൊന്നും അല്ല. ഞാനും സുന്ദരനൊന്നും അല്ല. എനിക്കൊന്ന് കാണണം. എനിക്കും ഒന്ന് കാണണം. എന്റെ ദൈവമേ, ഞാൻ ഇന്ന് രാത്രി കിടന്ന് കരയും.
സലാം പാടറേ. നേരത്തെ എണീറ്റല്ലേ? ആ. ഇന്നലെ മഴ തകർത്തു. കാറ്റിൽ മരമൊന്നും പിഴുത് വീണില്ലല്ലോ. ഓ, എന്തൊരു ഇടിയായിരുന്നു, അട്ടഹാസം മാതിരി. തുലാവർഷമല്ലേ, അവന് കൊടുക്കാൻ കുറെ കൂടുതലാ. ആ, വാടരിക്ക്, ചായ കുടിച്ചിട്ട് പോവാ. അടുത്തെങ്ങാനും ഇവിടെ നിന്ന് ആരെങ്കിലും ജയിലിൽ ചാടിയിട്ടുണ്ടോ? ഒരു 3-4 കൊല്ലം മുമ്പ് ഒരുത്തനൊരു പണി പറ്റിച്ചു. കാറ്റും മഴയുള്ള ഒരു രാത്രിയിൽ ലോക്കപ്പിന്റെ ചുവര് വരുന്ന് അവൻ പുറത്തിറങ്ങി. മഴയായതുകൊണ്ട് വാർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുമായിരുന്നു. പിന്നെ ഒരുമാതിരിപ്പെട്ടവർക്ക് ഉറക്കവുമായി. അവൻ പമ്മി ദാ ആ മതിലിന്റെ ചുവട്ടിൽ ചെന്നു. എങ്ങാണ്ടുവന്നോ കുറെ ആണി സംഘടിപ്പിച്ചതും കയ്യിലുണ്ടായിരുന്നു. കരിങ്കല്ല് കഷണത്തെ തുണി പൊതിഞ്ഞ് അത് ഓരോന്നായിട്ട് മതിലിൽ അടിച്ചു കയറ്റി. ജമുക്കാളവും മുണ്ടും തോർത്തും എല്ലാം കൂടെ കയറാക്കി ആണിയെ കെട്ടി. അങ്ങോട്ട് ചാടാൻ തുടങ്ങുമ്പം ഒരു ഇടിമിന്നൽ മിന്നി. ടവറിൽ നിന്ന് സെന്ററിൽ നോക്കുമ്പോൾ മതിലേൽ ഒരാൾ നിൽക്കുന്നു. പിന്നെ ആകെപ്പാടൊരു ബഹളമായിരുന്നു. അവസാനം പിടിച്ചു. അവൻ തല്ലു ഒരുപാട് കൊണ്ടു. ഓ, എന്തു ബുദ്ധിമോശമായി പോയി. അവൻ മണ്ടനാന്നേ. ഇവിടുന്ന് മതിൽ ചാടിപ്പോട്ടെ എങ്ങോട്ടാ ചെല്ലുന്നത്? വെളിയിൽ പോയാലും ഒളിച്ചും പാത്തും തന്നെല്ലോ നടക്കണം. അതിനേക്കാൾ എത്രയോ സുഖമാണ് ഇതിനകത്ത്. അല്ലെങ്കിലും ജയിലിൽ ചാടുന്നത് അധർമ്മമാണ്. കള്ളബടുക്കൂസേ, നിനക്ക് നാണമില്ലേ? ആരെയാ ചീത്ത വിളിക്കുന്നത്? ആ അണ്ണാനെ. അവൻ നമ്മെ ശ്രദ്ധിക്കുന്നു. കള്ളൻ. അവിടെ ഇരുന്നോട്ടെ. അവൻ എന്നെ പരിഹസിക്കാൻ വന്നിരിക്കുക. അവനെ അവന്റെ ഭാര്യയും മക്കളെ ഞാൻ ഇട്ട് ഓടിച്ചിട്ടുണ്ട്. ആരാണി? എന്തോ? ദേ ഒരു പൊതി വരുന്നുണ്ട്, പിടിച്ചോണേ. എന്തോന്നാ? മീൻ വറുത്തതും മുട്ട പുഴുങ്ങിയതും. നോക്കിക്കേ, എന്റെ മുലയിലാ പൊതി വന്ന് വീണത്. നൊന്തോ? തമ്മിലൊന്ന് കാണാൻ എന്താ വഴി? ഞാനൊരു വഴിയും കാണുന്നില്ല. ഞാൻ ഇന്ന് രാത്രി കിടന്ന് ഓർത്ത് കരയും. ഞാനും രാത്രി കിടന്ന് ഓർക്കാറുണ്ട്. ഞാൻ ആശുപത്രി വരാൻ ശ്രമിക്കും. എന്നെ കാണാൻ ആശുപത്രി വരെ വരുമോ? എനിക്ക് ദൂരെ നിന്നെങ്കിലും ഒന്ന് കണ്ടാ മതി. ഞാൻ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കും. മുഖത്തും കഴുത്തിലും മുലകളിലും നാഭിയിലും. എന്നെ കണ്ടാൽ എങ്ങനെ അറിയും? മുഖം കാണുമ്പോഴറിയും. എന്റെ വലത് കവിളിൽ ഒരു കറുത്ത മറുകുണ്ട്, അത് നോക്കുവോ? എനിക്ക് ആ കറുത്ത മറുകിൽ തെരുതര ചുംബിക്കണം. വരാതിരിക്കരുത്. എന്റെ കൂടെ വേറെയും സ്ത്രീകൾ കാണും. ഞാൻ തനിച്ചായിരിക്കും. എന്റെ തലയിൽ തൊപ്പി കാണുകയില്ല. കയ്യിലൊരു ചുവന്ന റോസാപ്പൂ കാണും. ആശുപത്രി ഓർഡറിൽ എന്റെ ഒരു പഴയ സുഹൃത്താണ്. അതെനിക്ക് തോന്നി. എങ്ങനെ? മുട്ട, കരൾ, റൊട്ടി. ഞാൻ മരിച്ചു പോയാ എന്നെ ഓർമ്മിക്കുമോ? ഇനി റോസാച്ചെടികൾ വേണോ? ഇവിടെ ഒരുപാടുണ്ട്. വേണ്ട. തന്നതിന്ന് ഞാനൊരു പൂങ്കാവനം ഉണ്ടാക്കി തുടങ്ങി. ഞാൻ മരിച്ചു പോയാ എന്നെ ഓർക്കുമോ?
പ്രിയപ്പെട്ട നാരായണി, മരണത്തെപ്പറ്റി ഒന്നും പറയാൻ സാധ്യമല്ല. ആരെപ്പ എങ്ങനെ മരിക്കുമെന്ന് ഈശ്വരന് മാത്രമേ അറിയൂ. ഞാനായിരിക്കും ആദ്യം മരിക്കുന്നത്. അല്ല, ഞാനായിരിക്കും. എന്നെ ഓർക്കുമോ? ഓർക്കും. എങ്ങനെ? എന്റെ ദൈവമേ, അങ്ങെന്നെ എങ്ങനെ ഓർക്കും? അങ്ങെന്നെ കണ്ടിട്ടില്ല, തൊട്ടിട്ടില്ല, എങ്ങനെ ഓർക്കും? നാരായണിയുടെ അടയാളം ഈ ഭൂഗോളത്തിൽ എങ്ങുമുണ്ട്. ഭൂഗോളത്തിലെങ്ങുമോ? അങ്ങ് മുഖസ്തുതി പറയുന്ന എന്തിന്? നാരായണി, മുഖസ്തുതിയല്ല, പരമസത്യം. മതിലുകൾ, മതിലുകൾ നോക്കൂ. ഈ മതിലുകൾ ലോകം മുഴുവൻ ചുറ്റിപ്പോകുന്നു. ഞാനൊന്ന് പൊട്ടിക്കരയട്ടെ? ഇപ്പൊ വേണ്ട, ഓർത്ത് രാത്രി കരഞ്ഞോളൂ. ആശുപത്രിയിൽ എന്ന് കാണുമെന്ന് ഞാൻ നാളെ പറയാം. ഒറ്റയ്ക്കായ വിഷമമൊക്കെ തീർന്നോ? പിന്നെ വല്ലതും എഴുതിയോ? ഓ ഇല്ല. ബാല്യകാല സഖിക്ക് പോൾ സാർ അവതാരിക എഴുതുന്നു കേട്ടു. ഓ, അതിനി പബ്ലിഷറെ കിട്ടണം, ഒന്നുകൂടെ തിരുത്തി എഴുതണം. ഞാനിവിടെ ആയില്ലേ. പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ലല്ലോ. ഓ, എനിക്കോ? ഒന്നുമില്ല. ഞാൻ ചെല്ലട്ടെ, പിന്നീട് വരാം. ആ. നാരായണി, എന്തോ? എന്ന്? ഇന്ന് തിങ്കളാഴ്ചയല്ലേ? വ്യാഴാഴ്ച പകൽ 11 മണിക്ക് ഞാൻ ആശുപത്രിയിൽ ഉണ്ടാവും. വലത് കവളിൽ കറുത്ത മറുക്. മറക്കല്ലേ? മറക്കില്ല. എന്റെ കയ്യിലൊരു ചുവന്ന റോസാപ്പൂവ് കാണും. ചുവന്ന റോസാപ്പൂവ്? ആ.
പൂവുകൾ വേണോ? ഞാൻ പൂങ്കാവനമാകുന്നു. പൂവും കായല്ലേ? കായും. ദാ. നിങ്ങളെ സാധാരണ ഡ്രസ്സിൽ ഒരിക്കലേ കണ്ടിട്ടുള്ളൂ. വേഷം ഞാൻ മറന്നു പോയിരിക്കുന്നു. ചുബയും മുണ്ടും. മുഷിഞ്ഞു പോവും. ഇതൊന്ന് ധരിക്കൂ, കാണാനാണ്. മുഷിഞ്ഞു പോവും. അതിനെന്ത്, അലക്കിക്കാൻ വയ്യേ? ശരി. എപ്പടി? കൊള്ളാം. യു ക്യാൻ ഗോ മിസ്റ്റർ ബഷീർ. യു ആർ ഫ്രീ. Why should I be free? Who wants freedom? നിങ്ങളെ വിടാൻ ഉത്തരവായിട്ടുണ്ട്. നിങ്ങൾ ഈ നിമിഷം മുതൽ സ്വതന്ത്രനാണ്. നിങ്ങൾക്ക് സ്വതന്ത്ര ലോകത്തിലേക്ക് മടങ്ങാം. സ്വതന്ത്രൻ? സ്വതന്ത്ര ലോകം? ഏത് സ്വതന്ത്ര ലോകം? വേറൊരു വലിയ ജയിലിലേക്ക് വേണമല്ലോ പോവാൻ. ആർക്ക് വേണം ഈ സ്വാതന്ത്ര്യം? വല്ലതും എടുക്കാനുണ്ടോ? പ്രേമലേഖനം. ഇത് പബ്ലിഷ് ചെയ്യുമ്പോൾ ഓട്ടോഗ്രാഫ് ചെയ്തൊരു കോപ്പി എനിക്ക് അയച്ചു തരണം.